ഹായ് ഫ്രണ്ട്സ്, ദി ഗാർഡൻ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ബൾബുകളുണ്ട്. നമ്മുടെ ഫിലമെൻറ്റ് ബൾബാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ചീത്തയായ ബൾബുകളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ബൾബുകൾ യൂസ് ചെയ്തിട്ട് ഒരു അടിപൊളിയായിട്ട് നമുക്ക് പ്ലാന്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റർ ഉണ്ടാക്കുന്നതാണ്, ഒരു ബൾബ് പ്ലാന്റർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാനില്ല, നേരെ തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. നമുക്ക് എന്തായാലും ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്ത് ഇടാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്ററാണ്. അപ്പോൾ നമ്മളത് ഇതുപോലത്തെ ബൾബുകൾ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പ്ലാന്റർ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 ബൾബുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കേടായ ബൾബുകളാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഇങ്ങനത്തെ ബൾബുകൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഷോപ്പിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവിടെ കേടായിട്ടിരുന്ന ബൾബുകളൊക്കെ എനിക്ക് കുറച്ച് എടുത്ത് തന്നു. ഇല്ലെങ്കിൽ 15 രൂപ ഒരു 60 വാട്ടിൻ്റെ ബൾബിന് വരുന്നുള്ളൂ. അപ്പോൾ അത് വാങ്ങുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പ്ലാന്റർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊരു പ്ലാന്ററാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ബൾബൊന്ന് ക്ലീൻ ചെയ്ത് ഒരു പ്ലാന്ററിൻ്റെ രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ ചെയ്യുന്നത് ഈ ബൾബിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഈ ചെറിയൊരു കുറ്റി പോലത്തെ ഭാഗം ഉണ്ടല്ലോ, അത് പതിയെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ 2 സൈഡിലും ഇതുപോലത്തെ ഇങ്ങനത്തെ ചെറിയ കുറ്റികളുണ്ട്, അത് നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ നമ്മളൊരു പ്ലെയർ യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് അത് ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇതിൻ്റെ ടോപ്പിൽ കാണുന്ന ഈ ഒരു ബ്ലാക്ക് കളറിലെ പോർഷൻ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് പതിയെ തല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടി വരും. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ പൊട്ടി അത് വരും. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ വിള്ളൽ വീണതിന് ശേഷം നമുക്ക് പതിയെ അടിക്കാം. ഒരുപാട് ഹാർഡായിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ താഴത്തെ ചില്ലും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ കുറേ അടിച്ചതിന് ശേഷം അതിങ്ങനെ പൊട്ടി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്കത് അടർത്തി മാറ്റി കഴിഞ്ഞാൽ ഉള്ളിലോട്ടൊരു ഹോള് കാണാൻ പറ്റും. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ആ ബ്ലാക്ക് കളറിലെ സംഭവം എടുത്ത് ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ടൊരു സ്ക്രൂ ഡ്രൈവർ കടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ബാക്കിയുള്ള ഗ്ലാസ്സുകൾ ഇതുപോലെ ഇങ്ങനെ കുത്തി കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. വളരെ സോഫ്റ്റായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുക, ജെന്റ്ലി ഹാൻഡിൽ ചെയ്താൽ മാത്രമേ നമുക്കിത് ബൾബ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഫുള്ള് ഇത് ചില്ല് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ചെറിയ കുറ്റി പോലെ ഇരിക്കുന്ന ഒരു ട്യൂബ് പോലത്തെ ഒരു പോർഷൻ ഫുള്ള് നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോളായിട്ട് കിട്ടും അത്. അപ്പോൾ നമുക്കിനി വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് പ്ലാന്റ്സ് വെക്കാനൊക്കെ വളരെ എളുപ്പമായിട്ട് ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ പൊടിയും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഫുള്ള് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, കുപ്പിച്ചില്ല് വെച്ച് കൈകാര്യം ചെയ്യുമ്പോൾ കയ്യിലൊന്നും കയറാതെ നോക്കാം കേട്ടോ. ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരാരും ഇങ്ങനെ ഇത് ചെയ്യാതിരിക്കാം. അപ്പോൾ നമുക്കിത് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ബൾബ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇതിൽ സൈഡിൽ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഹോൾ ഇടാവുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ഹാർഡായിട്ടുള്ള മെറ്റലൊന്നും അല്ലത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഹോൾ ഇട്ട് എടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ആ ഹോളിൽ കൂടി ഒരു കോട്ടൺ ത്രെഡ് ഇതുപോലെ ഇങ്ങനെ കടത്തി ഒരു കെട്ടിട്ടിട്ട് ലോക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ്റെ 2 സൈഡിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ ഇങ്ങനെ കെട്ടി ഇനി നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ കയറ് മുറിച്ചെടുത്തതിന് ശേഷം അപ്പുറത്തെ ഹോളിലും കൂടി ഇതിങ്ങനെ ഇട്ട് കെട്ടിയെടുക്കാം. ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയുള്ള ഒരു പർപ്പസിനാണ് ഇങ്ങനത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ഹോളിലും കയറിട്ടിട്ട് ഫുള്ള് കെട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നീളത്തിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വേറെ ചെറിയൊരു മോഡിഫിക്കേഷൻ കൂടി നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനപ്പോൾ കുറച്ച് കയറും കൂടെ യൂസ് ചെയ്തിട്ട് ഈ കാണുന്ന ഭാഗം ഒന്ന് ഫുള്ളിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് കവർ ചെയ്തിരുന്നോളൂല്ലോ. അപ്പോൾ കുറച്ചും കൂടെ വൃത്തി ഉണ്ടാകും കാണാനായിട്ട്. അതിനുശേഷം അതൊന്ന് നല്ലപോലെ ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്ത് ഞാനവിടെ അത് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് പശ വേണമെങ്കിലും യൂസ് ചെയ്ത് അവിടെ ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഹാങ്ങിങ് പ്ലാന്ററിൻ്റെ ഒരു ഭാഗം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്കിനി ഒരു 3 ബൾബ് കൂടെ ഉണ്ട്. അപ്പോൾ അതുകൂടെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ടോട്ടലി ഞാനിപ്പോൾ 4 ബൾബുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ ഹാങ് ചെയ്യാൻ ഭാഗത്തിന് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബൾബുകൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഒരെണ്ണം ആയാലും ഒക്കെ കുഴപ്പമില്ല. അപ്പോൾ ഒരു 4 എണ്ണം ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഞാനിവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ മരത്തിൻ്റെ കഷ്ണമാണ്, ഒരു ചെറിയൊരു ചില്ല കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വുഡൻ റീപ്പേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാനൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാൻ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ കയർ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അതിനുശേഷം സൈഡിൽ 2 ഹാങ്ങിങ് പോലെ ചെറിയൊരു സംഭവം കൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇതൊന്ന് ഹാങ് ചെയ്തിടണം ഒരു സ്ഥലത്ത്. അതിനുശേഷം നമ്മുടെ പ്ലാന്റേഴ്സ്, നമ്മുടെ ആ ഒരു ബൾബുകളൊക്കെ ഇതിൽ തൂക്കിയെടുക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത 4 ബൾബുകൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഈ കാണുന്ന ഈ ഒരു മരത്തിൻ്റെ കമ്പിലോട്ട് തൂക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ 4 ബൾബും ഈ ഒരു മരത്തിൻ്റെ ആ ഒരു കഷ്ണത്തിൽ നമ്മളിങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ ഒരു ബൾബിൻ്റെ അകത്ത് വെള്ളം നിറക്കണം. അതിനുശേഷം നമുക്ക് വെള്ളത്തിൽ വളരാവുന്ന ഏത് പ്ലാന്റും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് അലങ്കരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് മണി പ്ലാന്റ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു പ്ലാന്റ്സും, മണി പ്ലാന്റ്സ്, ലക്കി ബാമ്പു, അങ്ങനെ ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ടല്ലോ നമുക്ക് വെള്ളത്തിലിട്ട് വളർത്താൻ പറ്റിയത്. അല്ലെങ്കിൽ ഇതിനുള്ളിൽ മണ്ണ് നിറച്ച് പോട്ട് മിക്സ് നിറച്ചിട്ട് അങ്ങനെ നടണമെങ്കിലും നടാം. പക്ഷേ ഒരു ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ വെള്ളം നിറച്ചിട്ട് അതിൽ വെക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ നിയോൺ പോത്തോസും പിന്നെ അതുപോലെ തന്നെ എൻജോയ് പോത്തോസും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഹാങ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഹാങ് ചെയ്യണ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ബൾബുകൾ യൂസ് ചെയ്തിട്ട് ഹാങ് ചെയ്തിടാം. നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഹാങ് ചെയ്ത് അലങ്കരിച്ച് വെക്കാൻ പറ്റിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ബൾബൊക്കെ വെച്ച് കൈകാര്യം ചെയ്യുമ്പോൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലൊക്കെ കയറാനായിട്ട് വളരെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.